മഴ ശക്തമായതോടെ കൊല്ലങ്കോട് ആലമ്പള്ളം കടവിലെ താൽക്കാലിക പാതയിലൂടെയുള്ള യാത്ര അപകടക്കെണിയായി. കൊല്ലങ്കോട് ആലമ്പള്ളത്ത് ഗായത്രിപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം നിർമ്മാണം പുരോഗമിക്കുകയാണ്. കാലഹരണപ്പെട്ട കോസ്വേ പൊളിച്ചുമാറ്റിയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. ചെറുവാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും കടന്നുപോകാൻ താൽക്കാലിക സംവിധാനം ഒരുക്കിയാണ് പഴയ കോസ്വേ പൊളിച്ചുമാറ്റി പുതിയ പാലം നിർമ്മിക്കുന്നത്. പാലത്തിന്റെ 5 തൂണുകളുടെ പ്രവൃത്തി അന്തിമഘട്ടത്തിലെത്തി. 2 തൂണുകളുടെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. എന്നാൽ ശക്തമായ മഴ പെയ്താൽ ഗായത്രിപ്പുഴയിലെ ജലനിരപ്പ് ഉയരും. പാതയ്ക്ക് മുകളിലൂടെ നീരൊഴുക്ക് ശക്തമായാൽ ഇതുവഴിയുള്ള കാൽനട യാത്ര പോലും പ്രതിസന്ധിയിലാവുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. കൊല്ലങ്കോട് ആലമ്പള്ളം പാലം ഭയങ്കര ഗുരുതരാവസ്ഥയിലാണ് ഇരിക്കുന്നത്. അത് കുട്ടികൾക്ക് പോകാനും ജനങ്ങൾക്ക് പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂളുള്ളത് കാരണം കൊണ്ട് പാലത്തിൻ്റെ ഇത് കാരണം കൊണ്ട് മലയിൽ വെള്ളം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് ഭയങ്കര ബാധിക്കലാണ്. ഈ 5-6 കിലോമീറ്റർ കൊല്ലങ്കോട് സിറ്റി വരണമെങ്കിൽ അത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഒന്നാമത് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് വെള്ളത്തിനും. പിന്നെ ഇതിൽ കൂടെ വരാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. പാലങ്ങളൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഏത് തരത്തിലാകുമെന്ന് പറയാൻ പറ്റില്ല. അത് മൂപ്പര് അവരുടെ സഹകരണം കൊണ്ടാണ്, അവരുടെ തൊഴിലാളികളുടെ സഹകരണം കാരണം കൊണ്ടാണ് ഇപ്പോൾ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആക്കി പറഞ്ഞാൽ അത്രയും കുട്ടികൾക്കും മറ്റുള്ള ജനങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടും അവിടെ ട്രാഫിക് ജാമും കുട്ടികൾക്ക് പോയി സ്കൂളിലെത്താനും ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ സമയത്തിനും കാലത്തിനൊന്നും എത്താൻ പറ്റില്ല. അതിന് എത്രയും പെട്ടെന്ന് നിങ്ങൾ മലയിൽ നിന്ന് ഇത്തിരി വെള്ളം വന്നു കഴിഞ്ഞാൽ, കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായും ഈ വഴിക്ക് വരാനേ പറ്റില്ല. അപ്പോൾ ജനങ്ങൾ ഒന്ന് സഹകരിക്കണം, അത്രേ വേണ്ടൂ. ജാഗ്രതയും പാലിക്കണം. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ. ആലമ്പള്ളം VP-തറ ഊട്ടറ, വാട്ടയാർ പുഴയ്ക്കൽത്തറ, മൈലാപ്പുതറ പടിഞ്ഞാറേത്തറ, ശ്രീമൂർത്തി നഗർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ഇരുഭാഗത്തേക്കുമുള്ള കാൽനട യാത്രക്കാർക്ക് കൊല്ലങ്കോട് പട്ടണം ചുറ്റി സഞ്ചരിക്കേണ്ട സ്ഥിതിയാണ് ഇതുമൂലം ഉണ്ടാവുക. പാലം ഇപ്പോൾ ഇങ്ങനെ പണിയായത് കാരണം നമുക്ക് നടന്നു തന്നെ പോകണം. എല്ലാ ദിവസവും വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും നമ്മളെ കൊണ്ടുവിടാനൊന്നും പറ്റില്ല. ബാഗ് നല്ല വെയിറ്റ് ഉണ്ട്. എല്ലാ ദിവസവും ബാഗും തൂക്കിയിട്ട് പോകുമ്പോൾ നല്ല കഷ്ടമായിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പോവാൻ. അവിടുന്ന് ചുറ്റി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ 4 മീറ്റർ 5 മീറ്റർ ചുറ്റി, പിന്നെ മഴയും ആണല്ലോ, ഇതിൽ കൂടെ നടക്കാൻ പറ്റില്ല. അപ്പോൾ വേഗം ഒന്ന് ശരിയാക്കി തരണം. 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് പോവാൻ. സമയം എടുക്കും സ്കൂളെത്താൻ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേഗമായ ഞങ്ങൾ വേഗം സ്കൂളിൽ എത്തും. അവിടെ ആകുമ്പോൾ ലേറ്റ് ആവും സ്കൂളിലേക്ക്. അങ്ങനെയൊക്കെയാണ്. വേഗം ഒന്ന് ശരിയാക്കി തന്നാൽ കൊള്ളായിരുന്നു പാലം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ ഇത് വലിയ രീതിയിൽ ബാധിക്കും. ജലനിരപ്പ് ഉയരുമ്പോൾ യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.